നമ്മൾ എവിടെയോ വിട്ടിട്ട് പോയ അങ്കത്താ ഇരിക്കെ എന്ന് പറയുന്ന പോലെ അല്ലേ യങ് ആയിട്ടിരിക്കുന്നത്. Is that a question? That's a compliment. Thank you. Taken. ആ കോഴീനെ പിടിക്കാൻ ഓടിയിട്ട് കോഴി മുട്ടയിട്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബബ ബബ അടിക്കുന്ന ഭയങ്കര നാച്ചുറൽ ആയിട്ട് അവര് സംഭവം വരുന്നത്. കുറച്ച് ഓടേണ്ടി വന്നു. ഞാൻ ആക്ടറാണെന്ന് മറന്ന കാലമൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും ശ്യാമളെന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫാമിലി പോലെ പ്രൊഫഷണൽ ഒരാൾ എൻ്റെ ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ താങ്ക്ഫുള്ളായിട്ടിരിക്കണം, എനിക്ക് റെസ്പെക്ട്ഫുള്ളായിട്ടിരിക്കണം. അങ്ങനെയെന്ന് പറഞ്ഞാൽ ശ്രീനി സാറാണ്. വളരെ ചെറിയ റോളാണ്, പക്ഷെ ഭയങ്കര ഡെപ്ത് ഉള്ളതാണ്. ചേച്ചി ചെയ്താൽ എനിക്ക് സന്തോഷമാണ്. ടീമിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അജഗജാന്ത്രം കണ്ടിട്ട് ആ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു ദിവസം എന്നോട് കറിഞ്ഞിട്ട് പറഞ്ഞു, അമ്മ ഇന്ത്യൻ മൂവീസിലൊന്നും ചെയ്യരുത്, അമ്മ ഹോളിവുഡ് ഇംഗ്ലീഷ് മൂവീസിൽ ചെയ്താണ്. എന്താ ആ ഷോപ്പിലുള്ള ചേട്ടനെ എൻ്റെ അമ്മ ആക്ടറല്ലേ എന്നൊക്കെ പറയും. കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ ശ്രീനി സാറിന്റെ ഒരു മൂവിയിൽ മീന മാം ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. മാം ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. നിറയെ പടങ്ങൾ ഇങ്ങനെ ഞാൻ ഡേറ്റ്സ് ഇല്ലാതെ മിസ് ചെയ്തതും അത് കഴിഞ്ഞിട്ട് എൻ്റെ മോളുടെ കൂടെ ഒന്ന് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ മിസ് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട്. ബട്ട് റിഗ്രറ്റ്സ് ഒന്നുമില്ല. സൈന സോപ്ലസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. ഇന്ന് മോളിവുഡിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുമ്പോൾ എൻ്റെ ഹാർട്ട് ഭയങ്കര ഫിൽഡ് ആണ്. ബിക്കോസ് 2-3 തവണയായിട്ട് ഓരോ പ്രൊമോഷൻസിന് കാണുമ്പോഴും ഇന്റർവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു ആർട്ടിസ്റ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും എവർഗ്രീൻ ഹീറോയിൻ ആയിട്ടുള്ള സംഗീത മാധവൻ. ഹായ് മാം. ഹലോ. ഐ എം സോ ഗ്ലാഡ് ടു ബ്രിങ് യു ടു മൈ ഷോ. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇഫ് ഐ മിസ്ഡ് യു ഔട്ട് ഓൺ ആനന്ദ് ശ്രീബാല, ഇപ്പൊ ഞാൻ പരാക്രമത്തിന് വേണ്ടിയിട്ട് finally you are here. So today we are going to talk about Parakramam. Actually ഇപ്പം മാം ആണ് ഫുൾ മീഡിയാസ് ആൻഡ് ന്യൂസ് ഇത് അല്ലേ, 2 റിലീസസ് അടുപ്പിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഫുള്ളി ഫ്ലെഷ്ഡ് ബാക്ക് ടു ദ മൂവി ഇൻഡസ്ട്രി എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റുമോ? മേ ബി. അപ്പം പ്രോജക്ട്സ് ആർ ഓൾസോ അലൈൻഡ്, ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ഓൾറെഡി. അപ്പം ഇനിയിപ്പം പഴയ പോലെ തന്നെ ഗംഭീരമായി സിനിമയിൽ സജീവ സാന്നിധ്യമായി തുടരാൻ പോവുകയാണോ? പഴയ പോലെ തന്നെ അണ്ടർലൈൻ ചെയ്യണം. ബിക്കോസ് പഴയത് അപ്പോഴും ഞാൻ അങ്ങനെയാണ്. കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾസ് ആണെങ്കിൽ ചെയ്യും. അങ്ങനെ ഒരു ഇതുണ്ടോ, ലൈക്ക് ഓക്കെ ഇങ്ങനത്തെ റോൾസ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ? ലൈക്ക് എന്താണത് മാമിന് ചെയ്യാൻ പറ്റുന്ന പോലത്തെ റോൾസ് എന്നുള്ളത്? അതെനിക്ക് നറേറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നതാണ്. സോ ഗട്ട് ഫീൽ എന്ത് പറയുന്നു അപ്പം നമുക്ക് തോന്നുമല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണത്. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയാസ് അബൌട്ട് ദാറ്റ്. ഓൾ റൈറ്റ്. അപ്പം എന്താണ് പരാക്രമത്തിലെ മാമിൻ്റെ ക്യാരക്ടർ? ഇതൊരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണ്. സാവിത്രി എന്നാണ് ഇതിൻ്റെ ക്യാരക്ടർ പരാക്രമത്തിൽ. അപ്പോൾ സാവിത്രി ഷീ നെവർ കോംപ്രമൈസസ് തിങ്സ്, അങ്ങനത്തെയൊക്കെയാണ്. ഒരു ജനറൽ ഒരു അമ്മമാർ നമ്മളുടെ ഒരു കുട്ടികളുടെ കമ്മിങ് ഓഫ് ഏജിൽ എങ്ങനെയാണ് നമ്മളുടെ റൊട്ടീൻ ലൈഫിൽ എങ്ങനെയായിരിക്കുക, ദാറ്റ്സ് ദ തിങ്. ഓക്കെ, ദേവ്മോഹന്റെ അമ്മയായിട്ടാണ് ഇതിന്റെ. ഓക്കെ, അപ്പം ഞാൻ മാമിന്റെ ഇപ്പൊ റിലീസ് ആകാനിരിക്കുന്ന 2 മൂവീസിന്റെ ചെറിയൊരു കമ്പാരിസൺ എടുക്കുകയാണ്. ആനന്ദ് ശ്രീബാലയില് ശ്രീബാല ആനന്ദിന്റെ അമ്മ ഇതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മവേഷമാണ്. ഇതിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അമ്മവേഷമാണ്. അപ്പം ഇനി ഫ്യൂച്ചറിൽ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് അതേപോലെയുള്ള വേഷങ്ങളാണോ? ബട്ട് അമ്മവേഷങ്ങൾ മാത്രം ചെയ്തിട്ടിരിക്കുന്നു. അങ്ങനെയല്ല, രണ്ടിലും സിമിലാരിറ്റീസ് സ്ട്രോങ് വിമൻ എന്നാണ്, ദാറ്റ്സ് ട്രൂ. പക്ഷെ ഭയങ്കര വെറൈറ്റി ഉള്ള റോളാണ് ബോത്ത്. സാവിത്രി ഈസ് ഡിഫറെന്റ് ദാൻ ശ്രീബാല. എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി എടുത്ത് പറയാനായിട്ട് ഉണ്ടാകുമോ? ലൈക്ക് മാം ഓരോ ക്യാരക്ടർ കേൾക്കുമ്പോൾ മേ ബി ആസ് എൻ ആർട്ടിസ്റ്റ് യു മൈ തിങ്ക് ഓക്കെ എന്താണ് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇനി നെക്സ്റ്റ് ക്യാരക്ടർ വരുമ്പോൾ ചെയ്യാനുള്ളത് എന്ന്. സോ എന്താണ്? അങ്ങനെയല്ല, നമുക്ക് പറയുമ്പോൾ അതിൽ 1 or 2 തിങ്സ് അട്രാക്റ്റ് ആയാൽ പോലും നമുക്കിത് ചെയ്യണമെന്ന് തോന്നും. പിന്നെ നമ്മളൊരു കുറേ കാലങ്ങളായിട്ട് നല്ല മലയാള പടങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൂവീസിലൊക്കെ നമ്മളും ഉണ്ടെങ്കിൽ നന്നായി ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ തോന്നുന്ന ഒരു കണ്ടന്റ് ഉള്ള മൂവിയാണ് പരാക്രമം. സോ അതെനിക്ക് നറേറ്റ് ചെയ്യുമ്പോൾ ഒരു ബുള്ളീഡ് ചൈൽഡ് വെയിറ്റ് ടു ബിക്കം എ മാൻ എന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ പക്ക ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഈ പടത്തിൻ്റെ. അപ്പോൾ അത് എന്നെ ഒന്ന് അട്രാക്ട് ചെയ്തു. അപ്പോൾ ഐ വാണ്ടഡ് ടു നോ വാട്ട് ഇറ്റ് ഇസ് ആൻഡ് വാട്ട് സാവിത്രി ഈസ് ഡൂയിങ് ഇൻ ടു ഇറ്റ്.
അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പരാക്രമത്തില് അമ്മയായി എന്നുള്ളത്. ഓൾറൈറ്റ്. മാം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഓ ഇത് നമുക്ക് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ ശ്രീനി സാറിന്റെ ഒരു മൂവിയിൽ മീന മാം ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. എവിടേക്കോ ചെറുതായിട്ട് യുനോ മാം ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ചെറിയൊരു കരിയർ ബ്രേക്ക് ഒക്കെ എടുത്തിരുന്ന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ തിരക്കായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഡേറ്റ് ക്ലാഷ് ഒക്കെ വന്നതുകൊണ്ടോ മാം മിസ് ഔട്ട് ആയി പോയ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഓർമ്മയുണ്ടോ? അയ്യോ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും നോട്ട് ഫോർ ദ ഡിസ്പ്ലേ. ബിക്കോസ് അത് നമ്മൾ പറയുമ്പോൾ അത് ചെയ്ത ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ നിറയെ പടങ്ങൾ ഇങ്ങനെ ഞാൻ അപ്പോൾ ഡേറ്റ്സ് ഇല്ലാതെ മിസ് ചെയ്തതും അത് കഴിഞ്ഞിട്ട് എൻ്റെ മോളുടെ കൂടെ ഒന്ന് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ മിസ് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട്. ബട്ട് റിഗ്രറ്റ്സ് ഒന്നുമില്ല. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യും, എന്നാലും ആ പടം കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവും. മിസ് ഔട്ട് ആയി പോയിന്ന് കണ്ടപ്പോഴും തോന്നിയിട്ടേ ഇല്ല? റിഗ്രറ്റ്സ് ഒന്നുമില്ല. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് അബൌട്ട് യു. ഞാൻ മാമിന്റെ ഇന്റർവ്യൂസ് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മാം ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ സിമ്പിൾ പേഴ്സൺ ലിവിങ് ദ ലൈഫ് ഇൻ ദാറ്റ് ഫ്ലോ, അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. മാം ആണോ? അങ്ങനെയാണോ? ഞാൻ പറയുന്നത് ഫാക്റ്റാണ്. പക്ഷെ അതിനൊരു ഇങ്ങനെ ഒരു എസെൻസ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എസെൻസ് ഉണ്ട് ആക്ച്വലി. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ രണ്ട് അമ്മവേഷത്തെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പം ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സംഗീത മാധവൻ ആസ് എ മദർ എങ്ങനെയാണ്? ഹൗ വുഡ് യു ടോക്ക് അബൌട്ട് യുവർ സെൽഫ് ആസ് എ മോം? എൻ്റെ മദർഹുഡ് എന്ന് പറഞ്ഞാൽ ഐ റേസ്ഡ് മൈ ഡോട്ടർ ആസ് മൈ ചൈൽഡ്. ഷീ റേസ്ഡ് മീ ആസ് എ മോം. അതാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും. ബിക്കോസ് ഐ ഓൾസോ ഗ്രൂ വിത്ത് ഹെർ. നമ്മൾ ആ അമ്മയായിട്ട് മാറുന്നതല്ല, വളർന്നതാണ്. അപ്പോൾ ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പൻഡ്. ബ്യൂട്ടിഫുൾ ആൻസർ. എന്താണ് മാം ഒരു ചേഞ്ച്? ഇപ്പം അന്നൊരു ബിസി സ്കെഡ്യൂൾസ് ഉള്ള ഒരു ആക്ട്രസ് ആണ്, പിന്നീട് ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ അപ്പം കരിയറിൽ ഒരു ബ്രേക്ക് എടുത്ത് ഐ ഹാവ് ടു ഫോക്കസ് ഓൺ മൈ പേഴ്സണൽ ലൈഫ് എന്ന് തോന്നിയിരുന്നത്? തീർച്ചയായിട്ടും. പക്ഷെ അതങ്ങനെ ഞാൻ സ്ട്രീം ലൈൻ ചെയ്തിട്ടല്ല. എനിക്ക് പാരലലി രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നേ ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ വെൻ ഐ വർക്ക്ഡ് ഐ സിൻസിയർലി വർക്ക്ഡ്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ മോള്, പിന്നെ അപ്പോൾ മോളായപ്പോൾ എനിക്ക് മോളുടെ കൂടെ അതങ്ങനെ ഫ്ലോയിൽ പോയി. അപ്പോൾ എനിക്ക് ഐ കുഡന്റ് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ഓൾറൈറ്റ്. ഇപ്പൊ ഒരു അമ്മയായതിനു ശേഷം കുറെ മാറ്റങ്ങൾ വന്നു പറഞ്ഞില്ലേ? എന്തെങ്കിലും ഒരു മേജർ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു യുവർ പേഴ്സണൽ ലൈഫ് ഓർ ഒരു റൂട്ടീനിൽ വന്നൊരു മാറ്റം ഇപ്പൊ റീകലക്ട് ചെയ്യാൻ പറഞ്ഞാൽ? അല്ല, കംപ്ലീറ്റ്ലി ഡെലിവറി ആയി എപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ഭയങ്കര, എനിക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സാക്രിഫൈസ് അതാണ്. യു ക്യാൻ നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ. സോ എനിക്ക് ഡെലിവറി ആയപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഞാൻ. ഐ ഹാവ് 2 ചേച്ചീസ്. അവർ മോർ ദാൻ മൈ മോമാണ്. എന്നെ നന്നായിട്ട് നോക്കും. ഇപ്പോഴും എന്നെ അവർ ഒരു ബേബി സിസ്റ്ററായിട്ടാണ് നോക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ഈ റെഗുലർ ഫീഡിങ്ങും പിന്നെ കുട്ടിയെ നോക്കുന്നത് ഇതൊക്കെ എനിക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് ഞാൻ അതിൽ അഡാപ്റ്റ് ആയത്. അപ്പോൾ ദേ ഹെൽപ്പ് മീ എ ലോട്ട്. അതന്നെ വലിയ സാക്രിഫൈസ് ആണ്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 hours പോലും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ പേടിക്കണ്ട, you will get used to that. Oh my God. But ആ ഒരു ജേർണിയിൽ അത് ഭയങ്കര രസമായിരിക്കും. തീർച്ചയായിട്ടും. ബിക്കോസ് അത് നമുക്ക് അതന്നെ ആ ഒരു ഫ്ലോയിൽ നമ്മളുടെ എന്തായാലും നമ്മളുടെ ഒരു സിൻസിയറിറ്റി വരുമല്ലോ. വൈഫായിട്ടും ഡോട്ടറിനുള്ള, പിന്നെ സിസ്റ്ററിനുള്ള, പിന്നെ മോം, ഇങ്ങനെ ഒരുപാട് നമുക്ക് ആ പൊസിഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിൽ ബിക്കം ദാറ്റ് പേഴ്സൺ. അപ്പം ഈ മാം ഇത് പറഞ്ഞപ്പം ടു ഓൾ ദി മദേഴ്സ് ഔട്ട് ദെയർ, എൻ്റെ അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരും ഇൻക്ലൂഡിങ് യു മാം, ഹ്യൂജ് സല്യൂട്ട് ടു ഓൾ ഓഫ് യു. ലൈക്ക് ഓൾ ഓഫ് യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. എനിവേ, മാമിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീറോസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം സുരേഷ് ഏട്ടൻ, മമ്മൂക്ക, വിജയ് സാറൊക്കെ ഹീറോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനി സാറും. ലൈക്ക് മാസ്കുലിനിറ്റിയുടെ 2 ends എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് ഭയങ്കര ബോൾഡ് ആൻഡ് കാണുമ്പോൾ ആ ഒരു ഫിസിക് ഉള്ളതും, മറ്റേത് യുനോ ബ്രെയിൻ വെച്ചിട്ട് ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഹീറോസും. സോ മാമിന് ലൈക്ക് ഏതാണ്, വിച്ച് വൺ ഡു യു പ്രിഫർ? അങ്ങനെ ഒരു ഇതുണ്ടോ? അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ലൈക്ക് ഒരു നോർമൽ ഒരു കേരള ഗേളിന് വാട്ട് ഡു യു തിങ്ക്?
അങ്ങനെ നമ്മളൊരു എല്ലാവർക്കും ഒരേ പെർസെപ്ഷൻ അല്ലല്ലോ. എൻ്റേത് ഞാൻ ജനറലി ആക്ടറായിട്ട് പറയുകയാണ്. എനിക്ക് ഈ ഇങ്ങനെ ആക്ടേഴ്സ് കൂടെ ആക്ട് ചെയ്യാനല്ല എൻ്റെ ലിസ്റ്റ് ഉള്ളത്. എപ്പോഴും ക്രിയേറ്റേഴ്സാണ്. ഞാൻ ക്രിയേറ്റേഴ്സ് ആർട്ടിസ്റ്റ്. അപ്പോൾ എനിക്ക് ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം. ബിക്കോസ് അപ്പോഴല്ലേ നമുക്ക് ഈ പെർഫോമിങ്ങും പിന്നെ വെറൈറ്റീസ് ഇതൊക്കെ കിട്ടുന്നത്. ഈ ഒരു ആക്ടേഴ്സ് അല്ല നമ്മൾ സെലക്ട് ചെയ്യണം, മോസ്റ്റ്ലി ക്രിയേറ്റേഴ്സും റൈറ്റേഴ്സും ആണ്. സോ ഫിസിക്കല്ല, എനിക്ക് ഭയങ്കര ബ്രെയിനി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് മോർ അട്രാക്ഷൻ. ഓക്കെ. ആക്ച്വലി ശ്രീനി സർ മാമിൻ്റെ കരിയറിൽ ഒരു പിവറ്റൽ റോൾ ചെയ്ത ഒരു ക്രിയേറ്റർ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് റൈറ്റ് നൗ യു ടോൾഡ് ദാറ്റ് യു ആർ എ ക്രിയേറ്റേഴ്സ് ആർട്ടിസ്റ്റ്. അപ്പം 1998 സ്റ്റേറ്റ് അവാർഡ് കിട്ടി ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ശ്രീനി സർ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നീട് മാം ലൈക്ക് നഗരവാരതി നടുവിൽ ഞാൻ, അതും ശ്രീനി സാറിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇൻ യുവർ കരിയർ? അപ്പോൾ പേഴ്സണൽ ലൈഫിൽ മാത്രമാണ് ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ളത്. എനിക്ക് പ്രൊഫഷനിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആ പ്രോജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടാവില്ല. സോ എൻ്റെ ലൈഫിൽ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഭയങ്കര എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫാമിലി പോലെ പ്രൊഫഷനിൽ ഒരാൾ എൻ്റെ ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ താങ്ക്ഫുള്ളായിട്ടിരിക്കണം, എനിക്ക് റെസ്പെക്ട്ഫുള്ളായിട്ടിരിക്കണം, എനിക്ക് അയാളുടെ ഒരു വെൽനെസ്സും വേണം. അങ്ങനെയെന്ന് പറഞ്ഞാൽ ശ്രീനി സാറാണ് എപ്പോഴും ഉള്ളത്. മാം, ഐ തിങ്ക് യു വുഡ് ബി ലൈക്ക് വെരി യങ് അല്ലേ ശ്യാമള പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ? അപ്പം ഇന്നാണ് മാം അത് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടിട്ടാണോ ചെയ്യുക? ഓർ അന്നത് കേട്ടപ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഷുവർ, ദാറ്റ്സ് ട്രൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡെപ്ത് ഒന്നും മനസ്സിലായില്ല. ഞാൻ സാർ പറഞ്ഞു, അത് പെർഫോം ചെയ്തു, ആവശ്യമുണ്ടെങ്കിൽ സാർ മോഡിഫൈ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം അത് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എസൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്തായാലും പരാക്രമത്തിലൊക്കെ അതേപോലെ ഒരു പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഞങ്ങളൊരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആട്ടോ മാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നത്, അതായത് ശ്യാമളേനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ആക്ച്വലി ഇപ്പോൾ ഒരു ബൂണായിട്ടാണോ ബെയിനായിട്ടാണോ എന്താ തോന്നുന്നത്? അങ്ങനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ശ്യാമള ഐ കനോട്ട് കമ്പയർ ഇറ്റ് വിത്ത് എനിത്തിങ് എൽസ്. അപ്പം ഓരോരോ ക്യാരക്ടറും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അത് നറേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് തോന്നും, പക്ഷേ ഡയറക്ടറിന് എന്താ വേണ്ടതെന്ന് നമ്മൾ സ്പോട്ടിൽ പോയിട്ടാണ് അറിയുന്നത്. സോ എല്ലാം ഈക്വലാണ്. അങ്ങനെ ഐ കനോട്ട് ഡു ദാറ്റ്. ബട്ട് ശ്യാമള ഓൾവേസ് ടിൽ മൈൻഡ്. അതവിടെ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? ഒരുപാട് നല്ല സീനുകൾ, ചിരിക്കാനായിട്ടും ചിന്തിക്കാനായിട്ടുള്ളൊരു സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. എൻ്റെ അതിനകത്തുള്ള ഫേവറേറ്റ് സീൻ ആ കോഴീനെ പിടിക്കാൻ ഓടിയിട്ട് കോഴി മുട്ടയിട്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബബ്ബ അടിക്കുന്ന ഭയങ്കര നാച്ചുറലായിട്ട് അവർ സംഭവം വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തത് ആ സീനായിരുന്നു? ഓടി ഓടി തളർന്നിരുന്നോ? അല്ല, കുറച്ച് ഓടേണ്ടി വന്നു. ഒരുപാട് വേറെ വേറെ ആംഗിൾസിൽ ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓടി. പിന്നെ ഡയലോഗ് പറയുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ കിട്ടിയിട്ടാണ് വന്നിട്ട് നമ്മൾ ചെയ്യണത്. എന്നാലും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അതൊക്കെ ഡയറക്ടറിൻ്റെ ഒരു അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിഞ്ഞ സീനായിരുന്നു. ബട്ട് അതിൽ ഒരുപാട് റീടേക്ക് വേണ്ടി വന്ന ഏതെങ്കിലും സീൻ ഡു യു റിമെമ്പർ? I don't remember much. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഓൾറൈറ്റ്. ഒരു ആക്ടർ അല്ലാതെ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ ആയിട്ട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് യുവർ ബിലവഡ് ഹസ്ബൻഡ് എന്നൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ് ഇറ്റ് ട്രൂ? നോ, അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അത് ശരി. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു താല്പര്യമുണ്ടോ? ബിക്കോസ് ഹീ ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ ക്യാം, സിനിമാറ്റോഗ്രാഫർ ആണ്. അപ്പോൾ എന്തെങ്കിലും ബിഹൈൻഡ് ദ ക്യാം കൂടി നിന്നാലോ എന്നൊരു ഐഡിയ? അങ്ങനെയല്ല, ബിഹൈൻഡ് ദ ക്യാം അല്ല. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അങ്ങനെ ഹസ്ബൻഡ് ആദ്യം എൻ്റെ അടുത്താണ് എന്ത് തോന്നിയാലും അതിൻ്റെ ബേസ് എൻ്റെ അടുത്താണ് ആദ്യം പറയുക ആഫ്റ്റർ മൈ വെഡിങ്. സോ he's got a lot of scripts and he's a very brainy guy. So അപ്പം എല്ലാം ഡിസ്കസ് ചെയ്യും. സോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് വെറുതെ പറയും, അത് സജഷൻസോ അല്ലെങ്കിൽ അതിലൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പോലെ ജസ്റ്റ് വി യൂസ് ടു ഡിസ്കസ്. സോ ഐ ഡോണ്ട് നോ വെദർ ഐ ഗിവ് ഹിം ഓർ ഐ ടേക്ക് ഇറ്റ് ഫ്രം ഹിം ഓർ ഐ ഡോണ്ട് നോ. ഓൾറൈറ്റ്. സോ ബിഫോർ മാരേജ് ആണ് നിങ്ങൾ തമ്മിൽ ഒരു സിനിമ അല്ലേ, ഒരു കൊളാബറേഷൻ സംഭവിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ലൈക്ക് വുഡ് യു ലൈക്ക് ടു വർക്ക് വിത്ത് ഹിം? No, why ma'am? I love him as my husband.
I love him a lot as a creator because he's a wonderful creator, I know. But I don't know if I can work with him out of the, professionally. I don't know. Just because you're his wife? Yeah. അയ്യോ അത് ഇനി എന്താണ് വൈ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതിൽ എവറിഥിങ് ഇസ് ദേ. ഓക്കെ, അപ്പം ചിന്താവിഷ്ടയായ ശ്യാമളയില് ഒരു ഭാര്യയെ ആഗ്രഹിക്കുന്ന ഒരു ഹസ്ബൻഡിനെ പറ്റിയിട്ടൊക്കെ നമ്മൾക്ക് ആ ഒരു ഫിലിം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വാട്ട് ആർ യുവർ കോൺസെപ്റ്റ്? ഇസ് ഇറ്റ് എക്സാക്ട്ലി ഹിം? എന്താണ് എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഹൈസ് ആൻഡ് ലോസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിയർ ആൻഡ് ദെയർ ചില ചേഞ്ചസ് ഒക്കെ കുഴപ്പമില്ല. ഇപ്പോൾ വേറെ ജനറേഷനിലായിപ്പോയി, ഇപ്പോൾ വേറെ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിലായിപ്പോയി, നമ്മളുടെ മെച്യൂരിറ്റി ലെവൽ മാറിപ്പോയി. ചില ചേഞ്ചസ് ഒക്കെ ഐ ക്യാൻ മാനേജ്. എന്നാലും മാമിന്റെ പാർട്ട്ണർക്ക് മസ്റ്റ് ആയിട്ടും വേണം എന്നുള്ളൊരു ക്വാളിറ്റി പണ്ടേ മനസ്സിലുള്ളതോ അല്ലെ ഇന്നും ആ ഒരു സംഭവം മനസ്സിലുള്ള എനിത്തിങ് ഇസ് ദെയർ, മൈ പാർട്ട്ണർ ഷുഡ് ഹാവ് ദീസ് ക്വാളിറ്റീസ് എന്നുള്ള രീതിയിൽ? Yes, he should be affectionate towards the family. He has got no other choice. And he is. So അതുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഡൺ. ഐ തിങ്ക് യു ആർ എ വെരി അഫെക്ഷനേറ്റ് പേഴ്സൺ. മാം ഇപ്പോൾ ഒരു കരിയർ ബ്രേക്കിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പം ഐ ഫീൽ ലൈക്ക് മാം വളരെ അപ്പാർട്ട് ഫ്രം ഒരു പ്രൊഫഷൻ, ഞാനൊരു ആക്ടറാണ് എന്നുള്ളതല്ലാതെ മാം ലൈക്ക് സംഗീത മാധവന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെന്ന് ഐ ഫീൽ. ഇറ്റ്സ് ഇറ്റ് ട്രൂ മാം? ട്രൂ. എല്ലാവരും അങ്ങനെയല്ലേ. നമുക്ക് വീട്ടിൽ യു കനോട്ട് ബി എ ജേർണലിസ്റ്റ് ദ സെയിം വേ. ഞാൻ ആക്ടറാണെന്ന് മറന്ന കാലമൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും ശ്യാമളെന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോഴാണ് അവർ പറയും ഈ സീൻ നന്നായിട്ടുണ്ടായിരുന്നു, അതാണ് ഇതാന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, അപ്പോൾ ഒരു ചെറിയ റീവിസിറ്റ് ചെയ്ത് പിന്നെയും മറക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. സോ യു വിൽ ലിവ് യുവർ ഓൺ ലൈഫ് വെൻ യു ആർ ഔട്ട് ഓഫ് യുവർ സെറ്റ്. ഏത് സീനാണ് ആൾക്കാർ വന്ന് അങ്ങനെ ഏറ്റവും കൂടുതൽ പറയുന്നത്? മോസ്റ്റ്ലി കോഴി പുറകെ ഓടുന്നതും മോസ്റ്റ്ലി. പിന്നെ ക്രൈം ഫയലിൻ്റെ സീൻസ് നിറയെ ആൾക്കാർ പറയും. പിന്നെ വാഴന്നൂറിൽ ആ ജീപ്പിൽ വന്ന് കയറുന്ന ആ സീൻ പറയും. ഇങ്ങനെ നിറയെ പറയും. ഓരോരോ ആളുടെ ഓരോരോ തമിഴിൽ ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള സീൻസ് പറയും. അങ്ങനെ. ഡു യു ഹാവ് എനി ഫേവറേറ്റ്സ്? എൻ്റെ ഫേവറേറ്റ് തമിഴിൽ പൂവണക്കാകായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആക്ച്വലി. അതിൽ നിറയെ നോട്ടി സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വിത്ത് വിജയ് ആൻഡ് നാഗേഷ് അങ്കിൾ, നമ്പ്യാർ അങ്കിൾ, ഇങ്ങനെ സീനിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഈ അതേപോലെ കുസൃതിയൊക്കെ ചെയ്യുന്ന ഒരു നായികയാകണം ഇനി എന്നൊരു തോട്ട് ഉണ്ടോ മാമിന്? അങ്ങനെയല്ല, എനിക്ക് അങ്ങനത്തെ ലൈറ്റ് ഹാൻഡ്ലിങ് സീൻസ് ഒക്കെ ചെയ്യണമെന്ന് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട്. ഓൾറൈറ്റ്. അപ്പം സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തതിനെ പറ്റിയിട്ടല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു കംബാക്കിന് ഉണ്ടായിട്ടുള്ള ഒരു ഡിസിഷൻ, അതിന് എന്തെങ്കിലും ഒരു മേജർ ഫാക്ടർ മാമിനുണ്ട് എന്ന് ഐ എം പ്രിറ്റി മച്ച് ഷുവർ. ബിക്കോസ് ഐ തിങ്ക് യു ആർ എ പേഴ്സൺ ഹൂ ഇസ് ഹാവിങ് വെരി ക്ലിയർ പെർസ്പെക്റ്റീവ്സ് അബൌട്ട് ലൈഫ്. അങ്ങനെയല്ല, എനിക്ക് മോളുടെ ഈ എല്ലാം സ്കൂളിങ്ങും പിന്നെ ബാക്കി അവളുടെ ട്രെയിനിങ് ഇതൊക്കെ എല്ലാം അവളുടെ പുറകെ പോകാൻ കഴിഞ്ഞു. പിന്നെ അവൾ ഷീ സെലക്റ്റഡ് ഫ്ലൈയിങ്. അപ്പോൾ വെൻ ഷീ ജോയിൻഡ് എ ഫ്ലൈയിങ് സ്കൂൾ ഇൻ ഫ്ലോറിഡ, ഇറ്റ് വാസ് ലൈക്ക് 1.5 years of break without her. That was the very first time എൻ്റെ ലൈഫിൽ ഞാനൊരു വാക്യൂം ഫീൽ ചെയ്തത്. അപ്പം അപ്പോഴും ഞാൻ വർക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യും പടങ്ങളിന് വേണ്ടി. അപ്പോഴൊക്കെ എനിക്ക് സമയം അതിന് ഉണ്ടാവില്ല. ഇങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ അപ്പോഴും പ്രോജക്ട്സ് വരുമ്പോഴാണ് എനിക്ക് തോന്നിയത് മേ ബി ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഷി വാസ് ബാക്ക് ടു ഇന്ത്യ. ഐ വാസ് ബിഹൈൻഡ് ഹെർ. പിന്നെ വൺസ് ഷീ ജോയിൻഡ് എ കമ്പനി ആൻഡ് I got to know that I can never run behind her. Her profession is something very different. So അപ്പോഴാണ് എങ്ങനെയോ. അപ്പോൾ ടിനു ഒരു ദിവസം വിളിച്ചു. വളരെ ചെറിയ റോളാണ്, പക്ഷെ ഭയങ്കര ഡെപ്ത് ഉള്ളതാണ്. ചേച്ചി ചെയ്താൽ എനിക്ക് സന്തോഷമാണ്. ടീനുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അജഗജാന്ത്രം കണ്ടിട്ട് ആ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തതാണ്. അങ്ങനെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി ഇൻ ടു സിനിമ അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ പിന്നെയും ഐ ഗോട്ട് the touch back. അങ്ങനെ ടിനു പാപ്പച്ചന്റെ ചാവേർ ഹാപ്പൻഡ്. ഓൾറെഡി. അപ്പൊ ഇനിയിപ്പം ആ ഒരു ജസ്റ്റ് ഒരു വിസിറ്റ് അല്ല, തീർച്ചയായിട്ടും വാട്ട് എവർ ദ റൂൾസ് ഐ ഹവ് ബീൻ അപ്രോച്ച്ഡ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആകുമ്പോൾ ഞാൻ ചെയ്യും.
അത് ഒരു എന്താ പറയുക മാമിലേക്ക് തന്നെ കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ കൊടുക്കുന്ന യുനോ ഐ നീഡ് ഓക്കെ ഐ റേസ് ദ ഫാമിലി, ഐ റേസ് മൈ ഡോട്ടർ വെൽ, ഇനി അഗൈൻ ഇറ്റ്സ് ടൈം ഫോർ ഫോക്കസിങ് ഓൺ മൈസെൽഫ് എന്നുള്ളൊരു മെസ്സേജ് ആണോ ആ ഒരു ഡിസിഷൻ കൊടുക്കുന്നത്? ഫോക്കസിങ് ഓൺ മൈസെൽഫ് പറഞ്ഞാൽ എനിക്ക് അതർ ദാൻ മൈ ഫാമിലി എനിക്ക് അറിഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് പടങ്ങൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് അത് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ഐ ഹാവ് നോ അതർ ചോയ്സസ് ടു ഡു. ദാറ്റ്സ് ഹൗ. Alright. മാം, ഈ ഒരു 9 years ഗ്യാപ്പിൽ ഹൗ ഡിഡ് യു സ്പെൻഡ് ദ ടൈം? ലൈക്ക് സിനിമ അല്ലാതെ എന്തെങ്കിലും സ്മോൾ ബിസിനസ് ഓർ എനിത്തിങ് എന്തെങ്കിലും? I've never tried anything. I was really very busy with my family. അത് എങ്ങനെ പറയാനാ, ലൈക്ക് ഒരു 24/7 തിങ് ആണല്ലോ. എപ്പോഴും ഓൾവേസ് ഐ എം ഓപ്പൺ, ഐ എം അവൈലബിൾ വീട്ടിൽ എല്ലാവർക്കും. അപ്പം I didn't think of anything else other than to be at home. All right. But you used to follow movies over the 9 years. Yeah. Because of my husband, and completely I became a cinema person. കല്യാണത്തിന് മുമ്പ് I was just an actor. കല്യാണം കഴിഞ്ഞിട്ടാണ് I become a cinema as the whole, person. പല പല മേഖലകളെ പറ്റി അറിയാൻ പറ്റും. അതും അതിന് മുമ്പ് വരെ എനിക്കൊരു DOPയുടെ ആസ്പെക്റ്റിൽ അറിയില്ല, ഡയറക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അറിയില്ല, പ്രൊഡ്യൂസറുടെ പ്രശ്നങ്ങൾ അറിയില്ല, അതൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. അതുവരെ എനിക്കൊരു ആക്ടറായിട്ട് ഡേറ്റ്സ് ക്ലാഷ് ആവാതെ നോക്കുക, മാക്സിമം കുറച്ച് ബിസി ആയിട്ട് വർക്ക് ചെയ്യുക, അത്രയേ അറിയുള്ളൂ. വേറൊന്നും എനിക്ക് വേറെ ആരുടെ കഷ്ടം അറിയില്ല. മാമിന് സിനിമ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒന്നായിരുന്നോ? അതെ, I was 10 years old. എൻ്റെ ഏട്ടൻ ഒരു ഓഡിഷൻ പോകുമ്പോഴാണ് എൻ്റെ ഏജിലും ഒരു കുട്ടി വേണം പറഞ്ഞിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് ഓഡിഷൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. സോ ആരാകണം എന്നായിരുന്നു കുഞ്ഞിലേ തൊട്ടുള്ളൊരു ആംബിഷൻ? അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ പിന്നെ ചേച്ചിയും ചേട്ടനൊക്കെ കുറച്ച് അധികം സംസാരിക്കില്ല. ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ സംസാരിക്കുമ്പോൾ അച്ഛൻ പറയും നീ ഒരു അഡ്വക്കേറ്റ് ആവണം എന്നൊക്കെ പറയും. സോ എനിക്ക് അങ്ങനെ ഒന്നും ഡ്രീമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൺസ് ഐ ആക്ടഡ് ഇൻ ഫിലിംസ് ആൻഡ് വെൻ ദ ഡയറക്ടർ സെഡ് യാ നൈസ് യു ഡിഡ് വെൽ അങ്ങനെ പറയുമ്പോഴാണ് അപ്പം നമുക്ക് എന്തോ സംതിങ് വി ഹാവ്. ഓക്കെ, അങ്ങനെ ഒന്നായിട്ട് കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ I got the interest. All right. ഇപ്പോൾ മോളെ പറ്റിയിട്ട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇസ് ഷീ അവെയർ ഹൂ ഹർ മോം വാസ് ഓർ അമ്മ ആരാണ് എന്നുള്ളൊരു? ഷീ വാസന്റ്. അവളെൻ്റെ പടങ്ങൾ അധികം കണ്ടിട്ടില്ല കുട്ടിയായിരിക്കുമ്പോൾ. ആരെങ്കിലും ഉള്ള സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുമ്പോൾ അവർ ചോദിക്കില്ലേ, അപ്പോൾ വീട്ടിൽ നിന്ന് പറയും അമ്മ പ്ലീസ് ഡോണ്ട് ആക്ട് ഇൻ മൂവീസ്. ഐ സെഡ് ഐ എം നോട്ട് ആക്ടിങ് ഇൻ മൂവീസ്. അല്ല മാം ഇങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ പറഞ്ഞു, ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ഒരു ദിവസം എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അവളോട് പറയും നീ ഇങ്ങനെ ചെയ്താൽ ഐ വിൽ ഗോ ബാക്ക് ടു TV. She don't know that I was how it works എന്ന് അറിയില്ല. അപ്പോൾ TV-യിലാണ് എൻ്റെ പടം കാണുന്ന അവൾക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ ഐ വിൽ ഗോ ബാക്ക് അഗെയിൻ ഇൻസൈഡ് ദ TV എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് അറിയും. പിന്നെ ഒരു ദിവസം എന്നോട് കറിഞ്ഞിട്ട് പറഞ്ഞു അമ്മ ഇന്ത്യൻ മൂവീസിലൊന്നും ചെയ്യരുത്, അമ്മ ഹോളിവുഡ് ഇംഗ്ലീഷ് മൂവീസിൽ ചെയ്താൽ എന്താ ആ ഷോപ്പിലുള്ള ചേട്ടനെ എൻ്റെ അമ്മ ആക്ടറല്ലേ എന്നൊക്കെ പറയും. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറയാണ് അയ്യോ എൻ്റെ ലൈഫ് പോടേ എന്താണ് പറയുന്നത്. അങ്ങനെയൊക്കെ അത് അവൾക്കറിയില്ല. ഷി വാസ് നോട്ട് ദാറ്റ് അവെയർ. ഓൾറൈറ്റ്. അപ്പം അച്ഛനും അമ്മയും സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം ഇസ് ഷീ എ മൂവി ആസ്പിരന്റ്? Kind of. She loves art, literature, and she loves to watch movies, web series, and she has got her own ideas of ചിലതൊക്കെ അവൾ കണ്ടിട്ട് അവൾ ഭയങ്കര നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്നതൊക്കെ അവൾക്ക് ബോറായിട്ട് തോന്നും. അവളുടെ ടേസ്റ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ബട്ട് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടു ദിസ് ടു വർക്ക്. ഓൾറൈറ്റ്. ഇപ്പം ഈ ഒരു 9 yearsന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മാമിന് തോന്നിയത് ലൈക്ക് സിനിമ മേഖലയ്ക്ക് സംഭവിച്ചത്, എസ്പെഷ്യലി ഇൻ മലയാളം? മേ ബി ഇങ്ങനെ ഡിജിറ്റൽ ഇൻ്റർവ്യൂസും അതെ ഇതൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല. അപ്പം ഹാർഡ്ലി ഫ്യൂ മാഗസിൻസ് ഓഫ് ഇൻ്റർവ്യൂസ് അങ്ങനത്തെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ ഇങ്ങനെ പ്രൊമോഷൻസ് ഇങ്ങനെ ഒരുപാട് ബാക്ക് ടു ബാക്ക് ഇൻ്റർവ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ ഈ ടെക്നോളജി വൈസ് ഓഫ് കോഴ്സ് ദെയർസ് എ ഗ്രേറ്റ് ഡിഫറൻസ്. അപ്പോൾ ഉണ്ടായിരുന്ന ക്യാമറ വിത്ത് റോളിംഗ് വിത്ത് ഫിലിം, ഇപ്പോൾ അതല്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ വി ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇൻ ദ മോണിറ്റർ വാട്ട് യു ഹാവ് ഡൺ
ഡൂസ് ആൻഡ് ഡോൺസ് മനസ്സിലാക്കാം. സോ ഇറ്റ്സ് എ ഡിഫറൻസ്. ഹൗ യു ലൈക്കിംഗ് ദ ഗിഗ് മാം? എങ്ങനെയുണ്ട്? ഐ എം എൻജോയിങ് ഇറ്റ്. എൻജോയിങ്. അപ്പോഴും ഞാൻ എൻജോയ് ചെയ്തു, ഇപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നു. I didn't expect this enjoyment in this, you know, mid 40s. Yeah, I didn't expect this. Wow. Working with, you know, youngsters. Very nice. I like that thing, ma'am. Ipo parnada, I didn't expect this enjoyment in my 40s. Mid 40s. Yeah. Wow. Alla adhigam actresses angane open ആയിട്ട് പറയാറില്ല അല്ലേ? Like about their age and അങ്ങനെ സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. I don't know. ആ ഒരു ജെനുവിനിറ്റി, ആ ഒരു ഫ്രാങ്ക്നെസ്, I like it. Everybody knows my age, so what? Sweet of you. Like ആ ഒരു മിഡ് 40s എടുക്കും വീണ്ടും നമ്മളൊരു ടീനേജർ ആകുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആണോ? ടീനേജർ എപ്പോൾ വേണമെങ്കിലും ആവാം, ഈവൻ ഇൻ യുവർ 60s. ഇറ്റ്സ് അപ് ടു യു അല്ലേ, നമ്മൾ തിങ്ക് ചെയ്യുന്നതും നമ്മളുടെ ഒരു ഇതല്ലേ. ടീനേജിൽ തന്നെ നമ്മൾ ചിലപ്പം വിൽ ലൂസ് ദാറ്റ്, വിൽ ബി വെരി മച്ച് മെച്ചുവർഡ് ആൻഡ് ഇപ്പൊ അതിന് പല പേരുകളാണ് മാം പറയുന്നത്. ആണോ? തന്ത വൈബ് എന്ന് പറയും ചിലവര്, തന്ത വൈബ് എന്ന് പറയും. യങ് ആയിരിക്കുമ്പോ വളരെ എൽഡർലി മാതിരി കളിയൊക്കെ ഇങ്ങനെ ട്രോൾ ബൂമർ പറയില്ലേ, അതിന് മലയാളം. ഓക്കെ, അപ്പം മാം വളരെയധികം ഉള്ളിൽ ഇപ്പോഴും അവർ ചെറുപ്പം സൂക്ഷിക്കുന്ന ആളായതുകൊണ്ടായിരിക്കും ഞങ്ങളെ അന്ന് നമ്മളെ എവിടെയോ വിട്ടിട്ട് പോയി അങ്കത്താ ഇരിക്കെ എന്ന് പറയുന്ന പോലെ അല്ലേ യങ് ആയിട്ടിരിക്കുന്നത്. Is that a question? That's a compliment. Thank you. Taken. All right. ഇപ്പം പരാക്രമത്തിന്റെ ഡയറക്ടറിന്റെ ഡെബ്യൂ ഫിലിം അല്ലേ ഇത്? ആൻഡ് ഓൾസോ ആനന്ദ് ശ്രീബാല, വിഷ്ണു ചേട്ടന്റെയും ഡെബ്യൂ മൂവിയാണ്. അപ്പം ഇവര് രണ്ടുപേരും പുതിയ ഡയറക്ടേഴ്സ് ആണ്. അപ്പം കുറേം കൂടി യുനോ ഫ്രഷ് ടാലൻസിലേക്ക് യു ആസ് എൻ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആണോ? വെരി മച്ച്. അങ്ങനെയാണല്ലോ ഇപ്പോൾ പടങ്ങൾ വരുന്നതും, അവരാണല്ലോ കണ്ടന്റ്സ് ഒക്കെ. സോ ഐ എം വെരി മച്ച് ഹാപ്പി ഡൂയിങ് വിത്ത് അർജുൻ, അഭിലാഷ്, വിഷ്ണു, എല്ലാവരുടെയും. ഓൾ റൈറ്റ്. അപ്പം എന്തായാലും ഞങ്ങൾ ആനന്ദ് ശ്രീബാലയും അതുപോലെ തന്നെ പരാക്രമവും എല്ലാം പോയിട്ട് കാണും. ഇനിയും ഇതേപോലെ എന്താ പറയുക ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടുന്ന പെർഫോമൻസസ് ആയിട്ട് വി ആർ സോ ഹാപ്പി ടു ഹാവ് യു. ഒരു ഫുൾ ഫ്ലെഡ്ജിൽ എന്ന് ഐ വുഡ് സേ, ലൈക്ക് യു ആർ ഹിയർ, പക്ഷെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ നമുക്ക് ഇവിടെ ഉള്ളതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് വേണ്ടി ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് Thank you, Meenakshi. Thank you very much. Thank you, ma'am. Yeah.